everyone. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ കുറിച്ചാണ്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കറിയാം പ്ലസ് സിമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട് അല്ലെ. നമുക്ക് യൂസ് ചെയ്യാവുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പം ഈ പറയുന്ന ഈ ഓപ്പറേറ്റേഴ്സ് ഞാനിപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്ലസ് എടുക്കുവാണെങ്കിൽ അഡീഷനും യൂസ് ചെയ്യാം. ആ പ്ലസ് ഓപ്പറേറ്റർ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാം, അതായത് കോൺകാറ്റനേഷൻ യൂസ് ചെയ്യാം അല്ലെ. അപ്പം അത് ഓപ്പറേറ്റർ ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് ആ സത്യത്തിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൈത്തനകത്ത് നമുക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് യു ക്യാൻ ഗിവ് എനിത്തിങ്. ഞാനൊരു എൻ്റെ ക്ലാസ് നെയിം പോയിന്റ് എന്നാണ്. ആൻഡ് ഐ ജസ്റ്റ് initializing in it, and I given two variable name x comma y, and after that self dot x equal to x declare ചെയ്യുന്നു. self dot y equal to self y, yeah, now declared self spelling mistake. Okay, ഇനി എന്താ, ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അഡീഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്കോർ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആഡ്. ഇപ്പൊ നിങ്ങൾക്ക് സബ്ട്രാക്ട് ആണെങ്കിൽ സബ്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ പൈത്തണിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നു. സോ യു ക്യാൻ സി അത് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, വേറെ വേരിയബിൾ കൊടുക്കാം. സോ അത് തന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് യൂസ് ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഞാനൊരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ് ഈക്വൽ ടു സബ് ഡോട്ട് എന്റെ രണ്ട് പോയിന്റ് തമ്മിൽ എനിക്ക് സെൽഫായിട്ടുള്ള എക്സിന്റെയും വൈന്റെയും തമ്മിൽ എനിക്ക് ആഡ് ചെയ്യാനായിട്ടാണ്. പോയിന്റ് വൈസ് എനിക്ക് ആഡ് ചെയ്യാനായിട്ടാണ്. സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് അതർ എന്ന് പറഞ്ഞ എന്റെ വേരിയബിൾ വെച്ചിട്ട് ഡോട്ട് എക്സ് ഞാൻ കൊടുക്കുന്നു. ആൻഡ് വൈ ഈക്വൽ ടു സെൽഫ് ഡോട്ട് വൈ ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു പ്ലസ് അതർ ഡോട്ട്, പറഞ്ഞു പോകുമ്പോ ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. സെൽഫ് ഡോട്ട് വൈ ആണ്, ഇത് മാറിപ്പോകുന്നില്ല, എപ്പോഴും മാറിപ്പോകുന്നല്ലോ. സെൽഫ് ഡോട്ട് വൈ. ഓക്കെ, അതർ ഡോട്ട് വൈ. അപ്പൊ എക്സും വൈയും തമ്മിലുള്ള കോർഡിനേറ്റ്സ് ആണ് എനിക്ക് ആഡ് ആവേണ്ടത്. അപ്പൊ റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫംഗ്ഷന്റെ പേര് പോയിന്റ് എന്നാണ്. ആ പോയിന്റിൽ നിന്ന് എനിക്ക് എന്ത് പാസ് ചെയ്യണം, എക്സും വൈയും എനിക്ക് റിട്ടേൺ ചെയ്യണം വാല്യൂവിനെ. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അണ്ടർസ്കോർ str. സ്ട്രിംഗ് ഫോർമാറ്റിങ്ങിന് str എന്ന് പറഞ്ഞ ബിൽഡിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യും. ആൻഡ് റിട്ടേൺ നമുക്ക് ഇനിയിപ്പം 0 ഇൻഡെക്സിൽ വരേണ്ടതും ഒന്നാമത്തെ ഇൻഡെക്സിൽ വരുന്നതും ഞാനിവിടെ കൊടുക്കുന്നു. ആൻഡ് കോമ dot format of self dot x comma self dot y. എന്നിട്ട് വന്നിട്ട് രണ്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. p1 എൻ്റെ ഒരു പോയിന്റ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു രണ്ട് വാല്യൂവിനെ ഞാൻ പാസ് ചെയ്യുന്നു. പോയിന്റ് ഓഫ് x comma y, x comma y എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ, ലൈക്ക് 1,4. ഓക്കെ, p2 ഈക്വൽ ടു രണ്ട് ഡബിൾ ഇല്ല, ഒരു ഡബിളേ ഉള്ളൂ, അതെന്റെ മിസ്റ്റേക്ക് ആണ്. p2 ഈക്വൽ ടു പോയിന്റ് ഓഫ് 2,4. okay, then I print this one, print of for p1 plus p2. So here you can see 3 and 8 is output.
സോ അത് എന്താണ് ചെയ്യുന്നത്, 2+1, അതായത് എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള P1-ന്റെയും P2-ന്റെയും എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്തു. 1 + 2 3 ആൻഡ് വൈ കോർഡിനേറ്റ് ആയിട്ടുള്ള 4+4 എനിക്ക് ആഡ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇവിടെ ഇപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യാനും ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ അതുപോലെ തന്നെ കോൺകാറ്റനേഷനും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. P+1 P+2 എന്നുള്ളത് ആഡ് ചെയ്ത് നമുക്ക് അത് കിട്ടുന്നുണ്ട് അല്ലെ. സോ ആൻഡ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഓപ്പറേറ്റിംഗ് ഓവർലോഡിംഗിന് നമുക്ക് പൈത്തണായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഉണ്ട്, ആഡ്, സബ്, മൾട്ടി. ഓക്കെ, യു ക്യാൻ യൂസ് ദാറ്റ് വൺ. ആൻഡ് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് നിങ്ങൾ ഇത്രയും ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിഹേവ് ഡിഫറെന്റ്. ഓക്കെ, അതായത് ഒരു ഓപ്പറേറ്റർ തന്നെ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ പ്ലസിനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റു എടുക്കുകയാണെങ്കിൽ ഒരു നമ്പർ 2 × 3 നമ്മൾ 3 × 2 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും അല്ലെ. അതേസമയം ഞാൻ ഹലോ × 3 എന്ന് കൊടുത്താൽ എനിക്ക് ഹലോ 3 തവണ പ്രിന്റ് ചെയ്യാനുള്ളതാണ് കൊടുക്കുന്നത് അല്ലെ, പ്രിന്റ് ചെയ്ത് വരാനുള്ളത്. അപ്പൊ ആ ഇൻറ്റു എന്ന് പറയുന്നത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനും അത് 3 തവണ പ്രിന്റ് ചെയ്ത് വരാനും എനിക്ക് 2 സ്വഭാവമാണ് അവിടെ കാണിച്ചു ഓപ്പറേറ്ററിന് അല്ലെ. അപ്പൊ അങ്ങനെ കാണിക്കുന്നതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ആക്ച്വലി കേട്ടോ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും അത് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു.